We shall now discuss about heat engines. Heat engine എന്ന് പറഞ്ഞാൽ it is a device that converts heat energy into mechanical energy. ഹീറ്റ് എനർജിനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസാണ് ഹീറ്റ് എൻജിൻ. നമുക്കറിയാം ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് എൻജിൻസ്, പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിൻ, സ്റ്റീം എൻജിൻ എക്സെട്ര. അപ്പോൾ അവിടെയൊക്കെ ഹീറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഇനി ഇതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ദ മെയിൻ പാർട്സ് ഓഫ് എ ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോട്ട് റിസർവോയർ കോൾഡ് സോഴ്സ് at temperature T1 Kelvin. Then there is a working substance എന്ന് പറയുന്നത് ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വേപ്പർ, ഫ്യൂവൽ വേപ്പർ ആൻഡ് എയർ, അതിൻ്റെ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് എ കോൾഡ് റിസർവോയർ ഓർ സിങ്ക്. സോ ദീസ് ആർ ദി പാർട്സ് ഓഫ് എ ഹീറ്റ് എൻജിൻ. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൻ എമൗണ്ട് ഓഫ് ഹീറ്റ് Q1 ഈസ് അബ്സോർബ്ഡ് ഫ്രം ദി ഹോട്ട് റിസർവോയർ ആൻഡ് W എമൗണ്ട് ഓഫ് യൂസ്ഫുൾ വർക്ക് ഈസ് ഡൺ. വർക്കിംഗ് സബ്സ്റ്റൻസ് Q1 ഹീറ്റ് ഹോട്ട് റിസർവോയറിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു. ഹോട്ട് റിസർവോയർ ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് ദ സോഴ്സ്. അതേപോലെ കോൾഡ് റിസർവോയർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് ദ സിങ്ക് വിച്ച് ഈസ് അറ്റ് എ ലോവർ ടെമ്പറേച്ചർ T2 Kelvin. അപ്പോൾ Q1 ഹീറ്റ് അബ്സോർബ് ചെയ്ത് സം എമൗണ്ട് ഓഫ് വർക്ക്, യൂസ്ഫുൾ വർക്ക് W ഈസ് ഡൺ ആൻഡ് സം എമൗണ്ട് ഓഫ് ഹീറ്റ് Q2 ഈസ് റിജക്റ്റഡ് ടു ദ കോൾഡ് റിസർവോയർ ഓർ ദി സറൗണ്ടിങ്സ്. കോൾഡ് റിസർവോയറിലേക്ക് റിജക്റ്റഡ് ആവുന്നു. അപ്പോൾ ഇതാണ് മെയിൻ പാർട്സ് ഓഫ് എ ഹീറ്റ് എൻജിൻ. ഇനി യൂഷ്വലി ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഈസ് എ മിക്സ്ചർ ഓഫ് ഫ്യൂവൽ വേപ്പർ ആൻഡ് എയർ. പെട്രോൾ എൻജിനാണെങ്കിൽ പെട്രോൾ വേപ്പറും എയറും ആയിരിക്കും. ഡീസൽ എൻജിനിൽ ഡീസൽ വേപ്പർ ആൻഡ് എയർ ആയിരിക്കും. ഇൻ സ്റ്റീം എൻജിൻ ഇറ്റ് ഈസ് സ്റ്റീം ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇനി ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ ഇറ്റ് ഈസ് ടേക്കൺ ഇൻ എ സിലിണ്ടർ. എല്ലാ തെർമോഡൈനാമിക് സിസ്റ്റംസ് അണ്ടർ സ്റ്റഡി നമ്മളിതിലെല്ലാത്തിലും വി ആർ കൺസിഡറിങ് ദാറ്റ് ദ ഗ്യാസ് ഓർ the working substance is taken in a cylinder fitted with a movable piston. This piston will transfer മെക്കാനിക്കൽ എനർജി ടു ദ വീൽസ് ഓഫ് ദ വെഹിക്കിൾ. അപ്പോൾ ഈ ഗ്യാസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഹീറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്ത് ദ പിസ്റ്റൺ വിൽ മൂവ് അപ്വേർഡ്സ് ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ പിസ്റ്റൺ ഈസ് കൺവേഡ് ടു ദ വീൽസ് ഓഫ് ദ വെഹിക്കിൾ ത്രൂ എ ഷാഫ്റ്റ്, അല്ലെങ്കിൽ ഒരു റോഡ്, ഷാഫ്റ്റ് ഓർ റോഡ് ഇതിലേക്ക് കണക്റ്റഡ് ആണ്. പിസ്റ്റൺ ഈസ് കണക്റ്റഡ് ടു ദ വീൽസ് ഓഫ് ദ വെഹിക്കിൾ ത്രൂ ദി ഷാഫ്റ്റ്. പിന്നെ ദ തേർഡ് പാർട്ട് ഈസ് എ കോൾഡ് റിസർവോയർ ഓർ സിങ്ക് അറ്റ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസ് വിൽ അബ്സോർബ് ഹീറ്റ് Q1 ഫ്രം ദി ഹോട്ട് റിസർവോയർ, കൺവേർട്ട് പാർട്ട് ഓഫ് ഇറ്റ് ഇൻ ടു യൂസ്ഫുൾ വർക്ക് W ആൻഡ് റിജക്റ്റ് ദ റെസ്റ്റ് ഓഫ് ദി energy Q2 into the cold reservoir. This cyclic process is repeated again and again to get useful work. ഇനി എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത്, എഫിഷ്യൻസിനെ നമ്മൾ ഗ്രീക്ക് ലെറ്റർ ഈറ്റ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു ഓൾവേസ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ് നമ്മൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ വർക്കാണ് W. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എത്ര ഹീറ്റ് സിസ്റ്റം അബ്സോർബ് ചെയ്തു, Q1 ആണ് ഇൻപുട്ട്. ഇനി ഇതിലെ Q1 എന്ന് ഉള്ളതിലെ W യൂസ്ഫുൾ വർക്കായി പോകുന്നു, ബാക്കി Q2 ഈസ് റിജക്റ്റഡ് ടു ദ കോൾഡ് റിസർവോയർ. സോ വി ക്യാൻ റൈറ്റ് Q1 ഈക്വൽ ടു W പ്ലസ് Q2. ദെർഫോർ W ഈക്വൽ ടു Q1 മൈനസ് Q2 അല്ലേ. W എന്ന് പറയുന്നത് Q1 മൈനസ് Q2 ആണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു W എന്നുള്ളതിന് പകരം വി ക്യാൻ റൈറ്റ് Q1 മൈനസ് Q2 ഡിവൈഡഡ് ബൈ Q1. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. Q1 ബൈ Q1 മൈനസ് Q2 ബൈ Q1 അല്ലേ. എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു Q1 ബൈ Q1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1. So efficiency eta equal to 1 minus Q2 by Q1.
ദിസ് ഈസ് എ ഫോർമുല ഫോർ എഫിഷ്യൻസി. Q1/Q1 എന്നുള്ളത് 1 ആണ്, മൈനസ് Q2/Q1. അപ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് യൂസ്ഫുൾ വർക്ക് W ബൈ ഇൻപുട്ട് Q1. Instead of W we can write Q1 minus Q2. So efficiency equal to 1 minus Q2/Q1. For an ideal engine, instead of Q2 we can write T2 and Q1 പകരം T1 എഴുതാം. അതായത് in the case of an ideal engine we can write the formula for efficiency as 1 minus T2/T1. T2 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദി സിങ്കും T1 പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സുമാണ്. അപ്പോൾ ഇവിടെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ പറയുമ്പോൾ കെൽവിൻ സ്കെയിലുള്ള ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ 273 ആഡ് ചെയ്ത് അബ്സല്യൂട്ട് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T2/T1. ഈ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 100% എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഷുഡ് ബി ഈക്വൽ ടു ഇൻപുട്ട്. അതായത് എത്ര ഹീറ്റ് നമ്മൾ അബ്സോർബ് ചെയ്തോ ആ ഇൻപുട്ട് എത്രയാണോ അത്രയും യൂസ്ഫുൾ വർക്ക് ചെയ്യണം. Q1 ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ടു W എന്നുള്ള ഒരു കേസിൽ ഔട്ട്പുട്ടും ഇൻപുട്ടും ഈക്വൽ ആയാൽ എഫിഷ്യൻസി 100% ആവും. ബട്ട് ദാറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ബിക്കോസ് ഹീറ്റ് കനോട്ട് ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു വർക്ക്. സം എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഓൾവേസ് റിജക്റ്റഡ് ടു ദ കോൾഡ് റിസർവോയർ. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ദി കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് the second law. According to the Kelvin Planck statement, no process is possible whose sole result എന്ന് പറഞ്ഞാൽ one and only one result is the absorption of heat from a hot reservoir and the complete conversion of heat into useful work. അതായത് some heat is always rejected to the cold reservoir or surroundings. So according to Kelvin Planck statement, no process is possible whose sole result is the absorption of heat from a hot reservoir and the complete conversion of heat into work. അതായത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡിനൈസ് ദ പോസിബിലിറ്റി ഓഫ് ആൻ ഐഡിയൽ ഹീറ്റ് എൻജിൻ. ഐഡിയൽ ഹീറ്റ് എൻജിൻ പറഞ്ഞാൽ 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് എൻജിനും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എല്ലാപ്പോഴും സം എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് റിജക്റ്റഡ് ടു ദ സറൗണ്ടിങ്സ്.